ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, പിന്നെ ഒരു ലൈക്കും കൂടെ തരണേ. അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണയും രേവതിയും ചിന്നുമോളെ കാണാനായി കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഫണേജിലെത്തി അവിടെ മദറിൻ്റെ അടുത്ത് പോയിട്ട് ചിന്നുമോളിനെ അന്വേഷിക്കുന്നുണ്ട്. ചിന്നുമോളിനെ അന്വേഷിച്ച് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചിന്നുമോളെയൊക്കെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ മദറിന് അനിയത്തിമാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്നുമോൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചിന്നുമോളെ അവർ എന്നിട്ട് പുറത്ത് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പാർക്കിലൊക്കെ പോയി ചിന്നുമോളെ എല്ലാവരും കൂടെ കളിപ്പിക്കും. അവർ നല്ല ഹാപ്പി ആയിട്ട് ചിന്നുമോളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിന്നുമോൾക്ക് വേണ്ട സാധനങ്ങളും എല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടയിൽ കയറി ചിന്നുമോൾക്കുള്ള ബലൂണും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങുന്ന ടൈമിൽ ബാലചന്ദ്രനെ കാണുകയാണ്. അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് അവിടെ നിന്ന് മീറ്റ് ചെയ്യുകയാണ്. ബാലചന്ദ്രൻ കഴക്കൂട്ടത്തേക്ക് പോകും വഴി ഇവിടെ ഇറങ്ങി നിങ്ങളെ കണ്ടു, എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നുമോളെ കാണാൻ വേണ്ടി വന്നതാണ്, അച്ഛൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, സർപ്രൈസ് ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്, കഴക്കൂട്ടത്തേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവിടെ നിന്ന് ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രീതിയിൽ ഒരു വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവരുടെ അടുത്ത് ഇരുട്ടാവുന്നതിന് മുമ്പ് തിരിച്ചു പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനും അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ചിന്നുമോളെയും കൊണ്ട് പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ച് ഓർഫനേജിലെത്തി അവളെ അവിടെ ചെന്ന് ആക്കിയിട്ട് ഇറങ്ങുന്ന ടൈമിൽ അലീന സിസ്റ്ററിനോട് പറയുന്നുണ്ട്, ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പോൺസറാണ്, പഠന കാര്യങ്ങളും കല്യാണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലാതെ ദത്തെടുക്കാനല്ല, ദത്തെടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ അവരെ കുട്ടിയെ കൂട്ടിയിട്ട് പോയിട്ട് കറങ്ങാനും വെക്കാനും അവിടെ താമസിപ്പിക്കാനൊക്കെ പലരും കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അതുപോലെ ചിന്നുമോളെ വിട്ടാക്കല്ലേ സിസ്റ്റർ, ബജിത മമ്മി എന്നോട് പ്രത്യേകം ഏൽപ്പിച്ചതാണത്, അങ്ങനെ വിടരുതെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റെല്ലാ കുട്ടികളെയും പോലെയല്ല ചിന്നുമോൾ, വേറൊരു ഓർഫനേജിൽ നിന്ന് ഒരു മദർ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ് ബജിത മമ്മിക്ക്. അപ്പോൾ അവളെ ഒരു സ്പെഷ്യൽ കെയറിങ് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിക്കൊക്കെ ചിന്നുമോളെ ഒരുപാട് ഇഷ്ടമായി. രോഹി ചിന്നുമോളെ എടുത്ത് കാറിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് വരുന്നു എൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.